മനോനില തകരാറിലായ വൃദ്ധമാതാവും മകനും പട്ടിണിയോടും ദുരിതങ്ങളോടും മല്ലടിച്ച് പുറമ്പോക്ക് ഭൂമിയിലെ ഒറ്റപ്പെട്ട കുടിലിൽ ജീവിതം തള്ളി നീക്കുന്നു. പട്ടിമറ്റത്ത് തൊട്ടിമാലി വീട്ടിൽ താമസിക്കുന്ന ഏലിയാമ്മയും മകൻ ബിജുവുമാണ് മേൽക്കൂര തകർന്ന് വിളക്ക് പോലും ഇല്ലാത്ത ഒറ്റമുറി വീട്ടിൽ ദുർവിധിയെ തിരിച്ചറിയാനാകാതെ കഴിഞ്ഞുകൂടുന്നത്. 70 വയസ്സടുത്ത് പ്രായമുള്ള ഏലിയാമ്മ സമീപത്തെ വീടുകളിൽ വീട്ടുവേലയെടുത്താണ് 3 മക്കളുള്ള കുടുംബവുമായി പുറമ്പോക്ക് ഭൂമിയിൽ കുടിൽ കെട്ടി ജീവിതം തുടങ്ങിയത്. ഏതാനും വർഷം മുൻപ് മൂത്ത മകൻ നാടുവിട്ടു. 2 വർഷം മുൻപ് പട്ടിണി കിടന്ന് മരിച്ച മകളുടെ മൃതദേഹം ദിവസങ്ങളോളം പുഴുവരിച്ച നിലയിൽ വീട്ടിൽ കിടന്നു. ഒടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് മൃതദേഹം മറവു ചെയ്തത്. 27 വയസ്സുകാരനായ മകൻ ബിജുവിനെ കുറിച്ചുള്ള വ്യാകുലതകളാണ് ഏലിയാമ്മയുടെയും മനോനില തകരാറിലാക്കിയത്. ഇപ്പോൾ മകനുമൊത്ത് പട്ടിണിയും പ്രാരാബ്ധവുമായി കഴിച്ചുകൂട്ടുകയാണ്. വല്ലപ്പോഴും അയൽക്കാർ നൽകുന്ന ആഹാരമാണ് ജീവൻ നിലനിർത്തുന്നത്. മകനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് മനോനില തകരാറിലായതെന്ന് പറയപ്പെടുന്നു. സ്കൂളിൽ പോയിട്ടില്ലാത്ത ബിജു വീട്ടിലിരുന്ന് പഴയ പുസ്തകങ്ങളും മറ്റും അയൽക്കാരിൽ നിന്ന് വാങ്ങിയാണ് അക്ഷരം പഠിച്ചത്. അത്യാവശ്യം ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ കഴിയുന്ന ബിജുവിന് ചികിത്സയും സംരക്ഷണവും ലഭിച്ചാൽ തീരാ ദുരിതങ്ങളുടെ നടുവിൽ നിന്നും ഈ കുടുംബത്തിന് കരകയറാനാവും. തെരുവോര പ്രവർത്തനായ മുരുകൻ സുമനസുകളായ ചിലരെ വൃദ്ധമാതാവിന്റെയും മകന്റെയും ദാരുണകഥ അറിയിച്ച് ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ശ്രമം നടത്തുമെന്ന് സമീപവാസികളെ അറിയിച്ചു. ദുരിതങ്ങളുടെ ഇരുളിലേക്ക് വഴുതിപ്പോവുന്ന ഈ കുടിലിനെ വെളിച്ചമാവാൻ സുമനസുകളുടെ കണ്ണും കാതും തുറക്കുമെന്നാണ് ECTVയുടെ പ്രതീക്ഷ. ECTV ന്യൂസ്, എറണാകുളം.